എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് 6 പാനലായിട്ടുള്ള ഒരു കുർത്തയാണ്. നിങ്ങൾ തംബ്നെയിലിൽ കാണുന്ന ഫോട്ടോ ആണ് നമുക്ക് റെഫറൻസിന് വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ വന്നിട്ട് കുറച്ച് ഡാർക്ക് കളറാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ 3.25 മീറ്റർ ഈ ഒരു ക്ലോത്ത് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഇത് വെച്ചിട്ട് ഇനിയിപ്പോൾ വേറെ ക്ലോത്ത് മേടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇത് വെച്ച് ചെയ്ത് കാണിക്കുകയാണ്. വീഡിയോന്റെ ലാസ്റ്റ് കുർത്തിന്റെ ഫൈനൽ ലുക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലൈറ്റ് കളറിൽ സ്റ്റിച്ച് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് പറയാൻ മറക്കരുത് കേട്ടോ. ഇനി ക്ലോത്തിനെ പറ്റി പറയാം. കഴിയുന്നതും കോട്ടൺ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോഴായിരിക്കും ആ ഫ്ലെയർ നന്നായിട്ട് ഭംഗിയിൽ നിൽക്കുന്നുണ്ടാവുക. അപ്പൊ ഞാനിവിടെ കോട്ടന്റെ ക്ലോത്ത് ആണ് എടുത്തിട്ടുള്ളത്. 3.25 മീറ്റർ ആണ് ഉണ്ടായിരുന്നത്. അത് ഞാൻ മുഴുവൻ ഉപയോഗിച്ചിട്ടുണ്ട്. ക്ലോത്തിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 43 ഇഞ്ച് വിഡ്ത്തുള്ള ക്ലോത്ത് ആയിരുന്നു. നല്ല വിഡ്ത്തുള്ള ക്ലോത്ത് എടുക്കുക. ഒരു 5 ഇഞ്ച് ഹൈറ്റ് വരെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 മീറ്റർ മതിയാവും. അതിൽ കൂടുതൽ ഹൈറ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ മാത്രം 3.25 അല്ലെങ്കിൽ 3.5. നിങ്ങൾക്ക് എത്രയാണ് ടോപ്പിന് ലെങ്ത് വേണ്ടത്, അതുപോലെ തന്നെ സ്ലീവിന്റെ ഭാഗം എത്രത്തോളം ചുരുങ്ങിയിരിക്കണം, അതൊക്കെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചും എടുക്കാം. ഒരു 5 ഇഞ്ച് ഹൈറ്റ് ഉള്ള ആൾക്കാർക്ക് 3 മീറ്റർ മതിയാവും. അപ്പൊ ആദ്യം തന്നെ ക്ലോത്ത് ഇതേപോലെ രണ്ടാക്കിയിട്ടിട്ട് നമുക്ക് എത്രയാണോ സ്ലീവിന് ലെങ്ത് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലെങ്ത് നമ്മൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പൊ എനിക്ക് ഫുൾ സ്ലീവിന് ലെങ്ത് ആയിട്ട് സീം അലവൻസ് അടക്കം ഒരു 24 ഇഞ്ച് അല്ലെങ്കിൽ 25 ഇഞ്ചൊക്കെ വേണം. അപ്പൊ ഞാനിവിടെ ഒരു 28 ഇഞ്ച് സീം അലവൻസ് അടക്കം ഒരു 28 ഇഞ്ചാണ് എടുക്കുന്നത്. കുറച്ചൊന്ന് ചുരുങ്ങിയിരുന്നാൽ മതി എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ആ ചുരുങ്ങിയിരിക്കുന്നത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ക്ലോത്ത് കൂട്ടിയെടുക്കുക. ആദ്യം തന്നെ സ്ലീവിനുള്ള ക്ലോത്ത് കട്ട് ചെയ്ത് മാറ്റി വെക്കുക. ബാക്കി ബാലൻസ് ഉള്ള ക്ലോത്ത് വെച്ച് സ്ലീവ് ചെയ്യരുത്. അപ്പൊ നമുക്ക് ആ ഫുൾ സ്ലീവ് കിട്ടില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് ആദ്യം തന്നെ സ്ലീവിനുള്ള ക്ലോത്ത് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റി വെക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രിന്റഡ് ആയിട്ടുള്ള ക്ലോത്ത് ആവുന്ന സമയത്ത് പ്രിന്റ് സെയിം ആയിട്ട് വരുന്ന രീതിയിൽ വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്ലീവിന് ആവശ്യമായിട്ടുള്ള ക്ലോത്ത് കട്ട് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം ക്ലോത്ത് ഇതേപോലെ രണ്ടാക്കി മടക്കിയിടുമ്പോൾ, ലെങ്ത് വൈസ് ആണ്, വിഡ്ത്ത് വൈസ് അല്ല, ലെങ്ത് വൈസ് ക്ലോത്ത് രണ്ടാക്കി മടക്കിയിടുന്ന സമയത്ത് എനിക്ക് 51 ഇഞ്ചാണ് കിട്ടുന്നത്. ഈ 51 ഇഞ്ച് നമുക്ക് കുറച്ചൊക്കെ കട്ട് ചെയ്ത് പോകും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് മുഴുവൻ അങ്ങനെ തന്നെ എടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കി നമ്മൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ലെങ്ത്തിനനുസരിച്ചിട്ട് അതിനെ കൺവേർട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പാനൽ കുർത്തി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്ലെയിൻ ആയിട്ടുള്ള തുണിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. അതല്ല പ്രിന്റഡ് ആയിട്ടുള്ള ക്ലോത്ത് ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരേപോലെയുള്ള ഡയറക്ഷനിൽ വരുന്ന പ്രിന്റ് എടുക്കുക. അതായത് ഹൊറിസോണ്ടൽ ആയിട്ടും വെർട്ടിക്കൽ ആയിട്ടും രണ്ട് ഡയറക്ഷനിൽ വരുന്ന രീതിയിലുള്ള പ്രിന്റ് എടുക്കാതിരിക്കുക. ഒരേ ഡയറക്ഷനിലുള്ള പ്രിന്റ് എടുക്കുക. അതൊന്ന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം സെന്ററിലുള്ള പീസ് കട്ട് ചെയ്തിട്ട് പിന്നീടുള്ള പീസ് നമ്മൾ തിരിച്ചിട്ടിടുന്ന സമയത്ത് നമുക്ക് അതേ പാറ്റേൺ കിട്ടണം. അതുകൊണ്ടാണ് ഒരേപോലെ പോകുന്ന രീതിയിലുള്ള പ്രിന്റ് എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. 51 ഇഞ്ച് ലെങ്ത്തിൽ 43 ഇഞ്ച് വിടുത്തുള്ള ക്ലോത്തിനെ ഇതേപോലെ 4 മടക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് ഷോൾഡർ മാർക്ക് ചെയ്യണം. നമ്മളിവിടെ പാരലായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ എത്രയാണോ നമ്മുടെ ഷോൾഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷോൾഡറിന്റെ പകുതി പ്ലസ് അതിന്റെ കൂടെ ഒരു 1/2 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ട് വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്റെ കേസിൽ എനിക്ക് ഷോൾഡർ എന്ന് പറയുന്നത് 7 ഇഞ്ചാണ്. അതിന്റെ പകുതി എന്ന് പറയുമ്പോൾ 3.5 ഇഞ്ചാണ് വരിക. അതിന്റെ കൂടെ 1/2 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ട് 4 ഇഞ്ചാണ് ഞാൻ ഇതേപോലെ മാർക്ക് ചെയ്യുന്നത്. സ്ക്രീനിൽ എഴുതി കാണിക്കാം. അവിടെ എന്റെ അളവുള്ള സ്ഥലത്ത് നിങ്ങൾ നിങ്ങളുടെ അളവാക്കി കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ. ഇനി 4 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിന് നേരെ താഴേക്ക് നമുക്ക് ലെങ്ത് ആയിട്ട് മാർക്ക് ചെയ്യണം. ലെങ്ത് മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ 17 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. 17 എങ്ങനെയാ വന്നതെന്നുള്ളത് പറയാം. എന്റെ വേസ്റ്റ് ലെങ്ത് എന്ന് പറയുന്നത് 14 ഇഞ്ചാണ്. അതിന്റെ കൂടെ ഒരു 3 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടാണ് ഈ 17 ഇഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ 3 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്തത് നമുക്ക് ആ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പാനൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ഷേപ്പ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. വണ്ണുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ 14 ഇഞ്ച് കഴിഞ്ഞിട്ട് 3 ഇഞ്ച് കൂട്ടിയിട്ട് എടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നല്ല വയറുള്ള ആൾക്കാരാണെങ്കിൽ, നന്നായിട്ട് വയറുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും കൂട്ടിയെടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരുപാട് ഷേപ്പ് ആ വയറിന്റെ ഭാഗത്ത് വരുമ്പോൾ ആ വയറ് നന്നായിട്ട് എടുത്ത് കാണിക്കുക. അപ്പൊ അതുകൊണ്ട് വയറുള്ള ആൾക്കാരാണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ വേസ്റ്റ് ലെങ്ത് എടുക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ വേസ്റ്റ് ലെങ്ത്തിന്റെ കൂടെ 1 ഇഞ്ച് കൂട്ടിയെടുക്കുക. ഇതേപോലെ 3 ഇഞ്ചൊന്നും കൂട്ടിയെടുക്കണ്ട കേട്ടോ. 3 ഇഞ്ച് കൂട്ടിയെടുക്കുന്ന സമയത്ത് ആ വയറിന്റെ ഭാഗം ഭയങ്കര ടൈറ്റ് ആയിട്ട് പോകും. അപ്പൊ ആ വയറ് നല്ലോണം എടുത്ത് കാണിക്കുക. അതുകൊണ്ടാണ് വയറുള്ള ആൾക്കാരുടെ കേസിൽ മാത്രം അങ്ങനെ ചെയ്യുക. അല്ലാത്ത ആൾക്കാർ ഇതേപോലെ ചെയ്യാം. ഇതേപോലെ നമ്മൾ ചെയ്തതിന് ശേഷം ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് നേരെ താഴ്ഭാഗത്തേക്ക്, അതായത് നമ്മൾ എത്രയാണോ ലെങ്ത് എടുത്തിട്ടുള്ള ആ ലെങ്ത്തിന്റെ ബോട്ടം ഭാഗത്തേക്ക് വരിക. ഇട്ടിട്ടുള്ള ക്ലോത്തിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 21.5 ഇഞ്ചാണ്. അപ്പൊ അതിന്റെ പകുതി എന്ന് പറയുന്ന സമയത്ത് നമുക്ക് 10.25 ഇഞ്ചാണ് വരിക. ഈ 10.25 ഇതേപോലെ, അതായത് എത്രയാണോ ക്ലോത്തിന്റെ വിഡ്ത്ത് എന്ന് വെച്ചാൽ ആ വിഡ്ത്തിന്റെ പകുതി മാർക്ക് ചെയ്ത് കൊടുക്കുക. ആ മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് നമ്മൾ നേരത്തെ 17 ഇഞ്ച് ലെങ്ത് മാർക്ക് ചെയ്ത പോയിന്റ് നിന്ന് ഇതേപോലെ നമുക്ക് വിഡ്ത്ത് കിട്ടുന്ന രീതിയിൽ ചരിച്ച് ഇതേപോലെ വരയ്ക്കുക. വരച്ച പ്രകാരം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനിയാണ് പാനൽ കുർത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം. നമ്മൾ ഈ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ക്ലോത്ത് ഇതേപോലെ ഒന്ന് മറിച്ചിടും. എന്തിനാ മറിച്ചിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ ഇരിക്കുന്ന ഭാഗത്ത് നല്ല വിഡ്ത്ത് കൂടുതലുണ്ട്, അതായത് താഴ്ഭാഗത്ത് വിഡ്ത്ത് കുറവായിരിക്കും. അപ്പൊ നമുക്ക് മാക്സിമം വിഡ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ മറിച്ചിടുന്നത് കേട്ടോ. അതായത് മുകളിലുള്ള ഭാഗം താഴേക്കും താഴെയുള്ള ഭാഗം മുകളിലേക്കും ആയിട്ട് ഇതേപോലെ നമ്മളൊന്ന് തിരിച്ചിടും.
തിരിച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ഇരിക്കുന്ന ഭാഗം ഇങ്ങനെ രണ്ടും രണ്ട് രീതിയിലാണ്. അതായത് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട്, കുറച്ച് ഭാഗം സ്ട്രെയിറ്റ് ആയിട്ടും പിന്നെ ആംഗിൾ ആയിട്ടും ഇതേപോലെയാണ്. അപ്പൊ നമുക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇരിക്കുന്ന പീസിന്റെ നേരെ ഓപ്പോസിറ്റ് എല്ലാ ഭാഗങ്ങളും സ്ട്രെയിറ്റ് ആയിട്ടുള്ള പീസിന് എന്ത് ചെയ്യുക, ഈ ഒരു ഭാഗത്തേക്ക് എടുക്കുക. നിങ്ങൾ സ്ക്രീനിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിലും സ്ക്രീനിൽ നന്നായിട്ട് കാണിക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ വേണം. അതായത് ആദ്യം നമ്മൾ ഇതിനൊന്ന് മറിച്ചിടണം. മറിച്ചിട്ടതിന് ശേഷം സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗം നമ്മളിപ്പോ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസിന്റെ മുകളിലേക്ക് ഇതേപോലെ വെച്ചു കൊടുക്കുന്ന രീതിയിൽ വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ നമ്മൾ എടുത്തു. ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞിരുന്നു, നമ്മൾ ക്ലോത്ത് എടുക്കുന്ന സമയത്ത് ഒരുപാട് പ്രിന്റുകൾ ഉള്ള ക്ലോത്ത് അല്ലെങ്കിൽ 2-3 ഡയറക്ഷനിൽ പ്രിന്റ് പോകുന്ന രീതിയിലുള്ള ക്ലോത്ത്, അങ്ങനെയുള്ള ക്ലോത്ത് ഒക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ പാനൽ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്നത് ഒരേപോലെയുള്ള എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതേപോലെ ക്ലോത്ത് തിരിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള സെന്റർ പീസിന്റെ അതേപോലത്തെ പ്രിന്റ് വരുന്ന രീതിയിൽ, ആ ഒരു രീതി അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് ഈ പ്രിന്റ് കറക്റ്റ് ഒരേപോലെ പോകുന്ന രീതിയിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് ഇതേപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് കുറച്ചധികം എനിക്ക് ക്ലോത്ത് മുകളിലേക്ക് ഇതേപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ കയറി നിൽക്കുന്നതായിട്ട് കാണാം. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ആ ഒരു പ്രിന്റ് കറക്റ്റ് ആക്കി വെച്ചത് കൊണ്ടാണ്. ഇങ്ങനെ വെക്കുന്ന സമയത്ത് എന്തായാലും അത്യാവശ്യം കുറച്ച് ലെങ്ത് കുറയും. അതും കൂടി കണക്കാക്കിയിട്ടാണ് ഞാൻ ആദ്യമേ കുറച്ച് ലെങ്ത്തിൽ ക്ലോത്ത് കട്ട് ചെയ്തിട്ടത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും എടുക്കുന്ന സമയത്ത് ഒരേപോലത്തെ പ്രിന്റ് എടുക്കുക. അപ്പൊ നിങ്ങൾക്ക് കഴിയുന്നതും ഒരേപോലെ ഇങ്ങനെ ജോയിൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് നമ്മൾ ആ പ്രിന്റ് ഒക്കെ കറക്റ്റ് ആക്കി വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള സെന്റർ പീസിന്റെ മുകളിലേക്കായിട്ട് ഒരു 1/2 ഇഞ്ച് ഓവർലാപ്പ് ചെയ്തിട്ട് വെക്കുക ഈ ഒരു പീസ്. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് സെന്റർ പീസും ഈ ഒരു പീസും തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സീം അലവൻസ് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഒരു 1/2 ഇഞ്ച് ഓവർലാപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. എന്നിട്ട് നമ്മൾ ഒരു 17 ഇഞ്ച് വരെ മാർക്ക് ചെയ്ത ഭാഗം സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ആ ഭാഗം ഈ എല്ലാ പീസുകളും ചേർത്തിട്ട് ഒന്ന് പിൻ കുത്തി കൊടുക്കുക. അതേപോലെ താഴേക്ക് വരുന്ന ഭാഗം അങ്ങനെ പിൻ കുത്തണം എന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം താഴ്ഭാഗം എങ്ങനെയായാലും നമുക്ക് കുഴപ്പമില്ല. ഈ ഒരു ഭാഗം മാത്രമാണ് കറക്റ്റ് ആയിട്ട് വെക്കേണ്ടത്. കാരണം അവിടെയാണ് നമ്മൾ നമ്മുടെ ഷേപ്പ് മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. താഴേക്ക് പിന്നെ നമ്മൾ ഫ്ലെയർ മാർക്ക് ചെയ്യുന്ന ഭാഗമാണ്. അതുകൊണ്ട് ആ ഭാഗം സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇത്രയും ഭാഗം ഒന്ന് നന്നായിട്ട് പിൻ കുത്തി കൊടുക്കുക. 1/2 ഇഞ്ച് സീം അലവൻസ് വെച്ചിട്ടാണ് പിൻ കുത്തിയതെന്ന് ഉറപ്പ് വരുത്തുക. ഷോൾഡർ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ സ്ട്രെയിറ്റ് ആയിട്ട് ഇതേപോലെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫോൾഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് നമ്മൾ 7 ഇഞ്ചാണ് ഷോൾഡർ, 7 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെ നേരെ താഴോട്ടേക്ക് ഞാനൊരു 3/4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് ഷോൾഡർ സ്ലോപ്പിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അത് നിങ്ങൾക്ക് എത്രയാ മാർക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്യാൻ. ഇനി വേണ്ടാന്നുണ്ടെങ്കിൽ ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. എന്നിട്ട് അവിടെ നേരെ താഴോട്ടേക്ക് 7 ഇഞ്ചാണ് ആം ഹോൾ. ആ 7 ഇഞ്ച് ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒന്ന് യോജിപ്പിച്ച് വരയ്ക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒരു 3 ഇഞ്ചിലേക്ക് ഒന്ന് ഷോൾഡർ ഇതേപോലെ ഒന്ന് സ്ലോപ്പ് ചെയ്യുന്നുണ്ട്. ആദ്യം ബാക്കിലുള്ള ആം ഹോൾ വരയ്ക്കുന്നുണ്ട്. അവിടുന്ന് 1/2 ഇഞ്ച് ഉള്ളോട്ടായിട്ട് ഫ്രണ്ടിലുള്ള ആം ഹോൾ വരയ്ക്കുന്നുണ്ട്. നിങ്ങളുടെ ചെസ്റ്റ് റൗണ്ട് എത്രയാന്ന് വെച്ചാൽ അതേ /4 ചെയ്തിട്ടുള്ള അളവ് വേണം ചെസ്റ്റ് വിഡ്ത്ത് ആയിട്ട് മാർക്ക് ചെയ്യാൻ. അപ്പൊ എനിക്ക് 9 ആണ്. ആ 9 മാർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. വേസ്റ്റ് ലെങ്ത് 14 ഇഞ്ചാന്ന് പറഞ്ഞു. ആ 14 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടേക്കുള്ള വിഡ്ത്ത് 8 ആണ്. അതിന്റെ കൂടെയും 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ പോയിന്റ് ഇതേപോലെ യോജിപ്പിച്ച് വരയ്ക്കുന്നുണ്ട്. നമ്മൾ വേസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് നേരെ താഴോട്ടേക്ക് എത്രയാണോ നമ്മൾ ക്ലോത്തിന്റെ ലെങ്ത് ആയിട്ട് എടുത്തിട്ടുള്ളത് ആ ലെങ്ത്തിന്റെ താഴ്ഭാഗത്തേക്ക് ഇതേപോലെ മാക്സിമം വിഡ്ത്ത് കിട്ടുന്ന രീതിയിൽ ആംഗിൾ ആയിട്ട് വരയ്ക്കുകയാണ്. ഇത് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹിപ്പ് വിഡ്ത്തും കൂടി മാർക്ക് ചെയ്തിട്ട് ആംഗിൾ ആയിട്ട് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ വരയ്ക്കാം. അതിന്റെയൊക്കെ വീഡിയോസ് നമ്മൾ ഒത്തിരി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സാധാരണ നമ്മൾ എ ലൈൻ കുർത്തി ചെയ്യുന്ന സമയത്ത് താഴേന്നൊരു 3 ഇഞ്ചോ അല്ലെങ്കിൽ 2.5 ഇഞ്ചോ മുകളിലേക്ക് മാർക്ക് ചെയ്ത് ചരിച്ച് കട്ട് ചെയ്യും. ഈ ഒരു സമയത്ത് നമ്മൾ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഇതേപോലെ ഒന്ന് വരയ്ക്കുക. വരച്ച പ്രകാരം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. താഴെ ഇരിക്കുന്ന പീസ് ഫോൾഡഡ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പൊ അതിനെ നമുക്ക് ഇതേപോലെ ഒന്ന് സെന്റർ കട്ട് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കണം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെയാണ് ഉണ്ടാവുക. നമുക്ക് സെന്ററിൽ ഒരു പീസും 2 സൈഡിലേക്ക് 2 പീസും ആയിട്ടാണ് ഉണ്ടാവുക. ഓൾറെഡി നമ്മൾ ഈ ക്ലോത്തിലുള്ള പ്രിന്റ് അതുപോലെ തന്നെ കറക്റ്റ് ആക്കി വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെന്ററിലുള്ള പീസിന്റെ നല്ല വശത്തിന്റെ മുകളിൽ സൈഡിലുള്ള പീസിന്റെ നല്ല വശം വെച്ചിട്ട് എപ്പോഴും സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് മുകളിൽ നിന്ന് സ്റ്റിച്ച് ചെയ്യുക. ഒരു കാരണവശാലും താഴത്തുനിന്ന് സ്റ്റിച്ച് ചെയ്യരുത്. എപ്പോഴും മുകളിൽ നിന്ന് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. മുകളിൽ താഴെ വരെ സ്റ്റിച്ച് ചെയ്യാം. ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക. ഓവർലോക്ക് ഉള്ള മെഷീൻ ആണെന്നുണ്ടെങ്കിൽ ഓവർലോക്കും കൂടി കൊടുത്തെടുക്കുക. സെയിം അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും ചെയ്യാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കോട്ടന്റെ ക്ലോത്ത് ആയാലും ഏത് ക്ലോത്ത് ആയാലും ശരി ഒരു കാരണവശാലും വലിച്ചു പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ക്ലോത്ത് ടച്ച് ചെയ്തു പോകും. എങ്ങനെയാണോ ക്ലോത്ത് ഇരിക്കുന്നതെന്ന് വെച്ചാൽ ആ ക്ലോത്തിന് അതേപോലെ ഫ്രീ ആയിട്ട് വിട്ടിട്ട് ചെയ്യാം. വലിച്ചു പിടിച്ചൊന്നും ചെയ്യരുത് കേട്ടോ.
ഇനി നമുക്ക് ഇതിലേക്കുള്ള സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവിന് വേണ്ടിയിട്ട് ഞാൻ 28 ഇഞ്ച് ലെങ്ത്തിലുള്ള ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇതേപോലെ 4 ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. വിഡ്ത്ത് എന്ന് പറയുന്നത് 9.5 ഇഞ്ചാണ്. നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് ആ ലെങ്ത്തിനും വിഡ്ത്തിനും അനുസരിച്ചിട്ട് ക്ലോത്ത് 4 ആക്കി മടക്കിയിടുക. ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്തല്ല, ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് മുകളിൽ നിന്ന് നേരെ താഴോട്ടേക്ക് ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആം ഹോൾ കുഴിച്ചു വരയ്ക്കുന്നുണ്ട്. ഫുൾ സ്ലീവ് ആയതുകൊണ്ടാണ് 4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. ആം ഹോൾ എങ്ങനെയാണ് കുഴിച്ചു വരയ്ക്കുക എന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോസ് ഒക്കെ നമ്മൾ ഒത്തിരി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ കേട്ടോ. ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഫുൾ സ്ലീവ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ലീവിന്റെ താഴ്ഭാഗത്തുള്ള വണ്ണത്തിന്റെ പകുതി, അത് എത്രയാണോ വണ്ണം എന്ന് വെച്ചാൽ അതിന്റെ പകുതി മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിന്റെ കൂടെ ഒരു 2 ഇഞ്ച് സീം അലവൻസ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ കുറച്ച് ലൂസ് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് എക്സ്ട്രാ ക്ലോത്ത് ഉണ്ടെങ്കിൽ കട്ട് ചെയ്താൽ മതി. അതുകൊണ്ട് ആദ്യം തന്നെ എപ്പോഴും കുറച്ച് ലൂസ് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരത്തെ 4 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റും ഈ പോയിന്റും കൂടി ഇതേപോലെ സ്കെയിൽ വെച്ച് വരയ്ക്കുകയാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് നമ്മുടെ കൈയിന്റെ വണ്ണം എൽബോ വരെ വണ്ണം കൂടുതലുള്ള ആൾക്കാർക്ക് ഈ ഒരു മെത്തേഡ് ഇതേപോലെ ചെയ്താൽ പറ്റില്ല. ഫുൾ സ്ലീവും കൂടിയാണ്. വല്ലാണ്ട് ടൈറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് കൈ മടക്കാനോ ഒന്നിനും പറ്റില്ല. ഭയങ്കര ടൈറ്റ് ആയി പോവാം. കൈയിന്റെ എൽബോ വരെ വണ്ണം കൂടുതലും പിന്നെ താഴ്ഭാഗത്തേക്ക് വണ്ണം കുറവുള്ള ആൾക്കാരുണ്ടാവല്ലോ. അങ്ങനത്തെ ശരീരപ്രകൃതി ഉള്ള ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ എൽബോന്റെ അവിടെ വരെയുള്ള ലെങ്ത് എത്രയാണോ ലെങ്ത് എന്ന് വെച്ചാൽ ആ ലെങ്ത്തിന്റെ ഭാഗത്തുള്ള വണ്ണം എത്രയാന്ന് വെച്ചാൽ അത് എടുക്കുക. അതിന്റെ പകുതി മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന്റെ കൂടെ 1.5 ഇഞ്ചോ അല്ലെങ്കിൽ 2 ഇഞ്ചോ സീം അലവൻസ് മാർക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ 4 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് ഈ എൽബോന്റെ അവിടെ ലെങ്ത് മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് വരയ്ക്കുക. എന്നിട്ട് അവിടുന്ന് താഴേക്ക് വരയ്ക്കുക. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഇതേപോലെ വരച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും എനിക്ക് ഉള്ളോട്ടേക്കാണ് വരുന്നത്. അതായത് ഞാൻ നേരത്തെ വരച്ചിട്ടുള്ള ലൈനിന്റെ ഉള്ളിലേക്കാണ് എന്റെ അളവ് പ്രകാരം വരുന്നത്. അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് കുഴപ്പമില്ല. പക്ഷെ ഈ നമ്മൾ വരച്ചിട്ടുള്ള ലൈനിന്റെ പുറമേക്ക് വരുന്ന ആൾക്കാർ എൽബോന്റെ അവിടെ വണ്ണം കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതേപോലെ 2 പാർട്ടായിട്ട് വരയ്ക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് ആ സ്ലീവ് കിട്ടുള്ളൂ കേട്ടോ. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അല്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഈ എൽബോ പ്രകാരം വരച്ചോളൂ, കുഴപ്പമില്ല. ഇതേപോലെ വരച്ചെടുത്തിട്ടുണ്ട്. വരച്ചത് പ്രകാരം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. സെന്ററിൽ ഒരു നോച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിനെ നിവർത്തിയിട്ടിട്ട് ഇതിലെ ഭാഗത്തേക്ക് മാത്രം ഒന്ന് കുഴിച്ച് കട്ട് ചെയ്തിട്ട് അവിടെ ഒരു നോച്ച് കൊടുക്കുക. ഇതുപോലെ ഞാൻ പാനിൽ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിലെ പീസ് മാത്രം കേട്ടോ, ഫ്രണ്ടിലെ പീസ് മാത്രം മടക്കിയിടുക. നേരത്തെ ഓൾറെഡി നമ്മൾ ഫ്രണ്ടിലേക്കുള്ള ആം ഹോൾ വരച്ചിരുന്നു. പക്ഷെ നമ്മൾ ബാക്കിലുള്ളത് മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ, ഫ്രണ്ടിലുള്ളത് കട്ട് ചെയ്തിട്ടില്ല. അപ്പൊ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഫ്രണ്ടിലേക്കുള്ള ആം ഹോളും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിലെയും ബാക്കിലെയും പീസും ഒന്നിച്ച് വെക്കുക. ഒന്നിച്ച് വെച്ചതിന് ശേഷം ഇതേപോലെ നമുക്ക് ലെങ്ത്തിൽ വേരിയേഷൻസ് ഉണ്ട്. അപ്പൊ ആ വേരിയേഷൻസ് ഒന്ന് നമുക്ക് കറക്റ്റ് ചെയ്യാം. ഈ സെന്ററിലെ പീസ് കറക്റ്റ് ആയിട്ട് വന്ന് നിൽക്കുന്നത് ഒരു 47 ഇഞ്ചിലേക്കാണ്. അപ്പൊ ആ 47 ഇഞ്ച് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. 47 ഇഞ്ച് ലെങ്ത് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ സീം അലവൻസ് അടക്കമാണ് 47 ഇഞ്ച് ലെങ്ത്. നമ്മൾ തയ്ച്ചു വരുമ്പോൾ നമുക്കൊരു 45 ഇഞ്ച് ലെങ്ത് ഒക്കെ ഉണ്ടാവും. ഇത് മതിയാവും. ഒത്തിരി ലെങ്ത് ഉണ്ടാവുമ്പോൾ കാണാൻ ഭംഗി ഉണ്ടാവില്ല കേട്ടോ. സെന്ററിലെ ഭാഗത്തേക്ക് ഇതേപോലെ ഒന്ന് ആ 47 ഇഞ്ച് മെയിൻറ്റെയിൻ ചെയ്തിട്ടൊരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ സൈഡ് ഭാഗം ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് താഴേന്ന് നേരെ മുകളിലേക്ക് ഒരു 3 ഇഞ്ചോ അല്ലെങ്കിൽ ഒരു 2.5 ഇഞ്ചോ മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ചരിച്ചും കൂടി വരയ്ക്കുക. വരച്ച പ്രകാരം ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഉള്ള പീസ് ഒന്നിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. നമ്മൾ പാനൽ ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഫ്ലെയർ ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഞാൻ പറയേണ്ട ആവശ്യമില്ല, നന്നായിട്ട് നമുക്ക് ഫ്ലെയർ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രണ്ടിലേക്കും അതുപോലെ തന്നെ ബാക്കിലേക്കും നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാൻവാസ് പേപ്പർ എടുക്കുക കേട്ടോ. ഫ്രണ്ടിലേക്ക് നിർബന്ധമായിട്ടും ക്യാൻവാസ് പേപ്പർ തന്നെ എടുക്കുക. അപ്പൊ ഇതേപോലെ ഒരു ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള ഒരു ക്യാൻവാസ് പേപ്പർ എടുക്കുക. ഞാൻ 12 ഇഞ്ച് ലെങ്ത് ഉള്ള ഒരു ക്യാൻവാസ് പേപ്പർ ആണ് എടുത്തിട്ടുള്ളത്. 1.5 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് കൊടുക്കുന്നത്. 3.5 ഇഞ്ച് തന്നെ ഇറക്കവും മാർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര ഇറക്കം വേണ്ടതെന്ന് വെച്ചാൽ ആ ഇറക്കം മാർക്ക് ചെയ്യുക. അതായത് ടൈറ്റ് ആയിട്ട് നമ്മുടെ നെക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ ടൈറ്റ് ആയിട്ട് വന്നിട്ട് പിന്നെ ചെറിയൊരു വി ഷേപ്പ് വരുന്ന രീതിയിലാണ് ആ നെക്ക് ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ 3.5 ഇഞ്ച് ഇറക്കം മാർക്ക് ചെയ്തത്. അതിനുശേഷം ആ ഒരു വി ഷേപ്പിലേക്കുള്ള ഇറക്കമായിട്ട് 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 3.5 ഇഞ്ച് നെക്ക് വിഡ്ത്തിലും 3.5 ഇഞ്ച് ഇറക്കത്തിലും ഇതേപോലെ ഒരു ബോക്സ് ആക്കി വരയ്ക്കുന്നുണ്ട്. ആ ബോക്സിന്റെ ഉള്ളിൽ ഇതേപോലെ റൗണ്ട് ഷേപ്പ് വരയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ച് കൂടിപ്പോയ ഒരു 1 ഇഞ്ച്, അതെങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടത്, ആ ഒരു വി ഷേപ്പിന്റെ വിഡ്ത്ത് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. ഞാൻ ഇതേപോലെ ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ 1/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരത്തെ 6 ഇഞ്ച് ഇറക്കം മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് നമുക്ക് വി ഷേപ്പ് വരയ്ക്കണം. വി ഷേപ്പ് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഈ ടേപ്പ് എടുത്താൽ കാണാം, വലിയൊരു ലൈൻ കഴിഞ്ഞാൽ അതിന്റെ തൊട്ടടുത്തായിട്ടൊരു ചെറിയൊരു ലൈൻ ഉണ്ടാവും. ആ ഒരു ലൈൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ആ ഒരു ലൈൻ മാത്രം മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി, കൂടുതൽ മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അപ്പോൾ ഒരുപാട് ഓപ്പണിംഗ് വരും. ആ ഒരു ലൈൻ ഇതേപോലെ ആ സെന്ററിൽ നിന്ന്
മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് നമ്മൾ ഈ വി ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അവിടുന്ന് നേരെ താഴോട്ടേക്ക് നിങ്ങൾക്ക് ആ പൈപ്പിങ്ങിന് എത്രയാണ് ലെങ്ത് വേണ്ടതെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്യാം. അപ്പൊ ഞാനൊരു 5.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിലും ഇതേപോലെ ആ ലൈൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാലോ ഈ ഒരു രീതിയിൽ. ലെങ്ത് വിഡ്ത്ത് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് മാറ്റിയും മറിച്ചൊക്കെ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാ വേണ്ടതെന്ന് വെച്ചാൽ പാറ്റേൺ ഇങ്ങനെയാണ്. ഈ ഒരു രീതിയിൽ വരച്ചെടുക്കുക. കുറച്ച് ക്യാൻവാസ് പേപ്പർ വെച്ചിട്ട് ബാക്കി ക്യാൻവാസ് പേപ്പർ കട്ട് ചെയ്യുക. സെന്ററിലും ഇതേപോലെ കുറച്ച് ക്യാൻവാസ് പേപ്പർ വെക്കണം കേട്ടോ. ആ സെന്റർ മിസ്സായി പോകാണ്ടിരിക്കാനാണ്. എന്നിട്ട് സെന്ററിൽ ഇതേപോലെ ഒരു നോച്ച് കൊടുക്കുക. ബാക്കി നമുക്ക് ഉള്ളിലുള്ള ഭാഗം കട്ട് ചെയ്യാം. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്കിലേക്കും സെയിം ഇതേപോലെ തന്നെയാണ്. 3.5 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് കൊടുക്കുന്നത്. ബോട്ട് നെക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ബോട്ട് നെക്ക് അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 2.5 ഇഞ്ചാണ് നെക്കിന് ഇറക്കം കൊടുക്കുന്നത്. 2.5 ഇഞ്ച് ഇറക്കത്തിൽ ഒരു റൗണ്ട് നെക്ക് വരയ്ക്കുന്നുണ്ട്. 2-2.5 ഇഞ്ചോ നെക്കിന് ഇറക്കം കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്കത് തല വഴി ഇറങ്ങി കിട്ടുള്ളൂ. നിങ്ങൾക്ക് 1 ഇഞ്ചൊക്കെയാണ് നെക്കിന് ഇറക്കം വേണ്ടത്, അതായത് ബാക്കിൽ കോളർ പോലെയൊക്കെയാണ് നിങ്ങൾക്ക് കാണേണ്ടതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിൽ സിബ് കൊടുക്കണം കേട്ടോ. നേരത്തെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ പാനൽ എടുക്കുക. പാനലിന്റെ സെന്റർ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. ആ സെന്ററിൽ നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ക്യാൻവാസ് പേപ്പറിന്റെ ക്ലോത്ത് വെച്ച് കൊടുക്കുക. സെന്റർ ടു സെന്റർ ആണെന്നുള്ളത് ഉറപ്പ് വരുത്തുക. പിൻ കുത്തി കൊടുക്കുക. പിൻ കുത്തിയതിന് ശേഷം ഈ ക്യാൻവാസ് പേപ്പറിലുള്ള ഷേപ്പ് എങ്ങനെയാന്ന് വെച്ചാൽ അതേപോലെ സ്റ്റിച്ച് ചെയ്യാം. അതായത് താഴേക്ക് നമ്മൾ ചെറിയൊരു ഓപ്പണിംഗ് കൊടുക്കുന്നുണ്ട്. ആ ഓപ്പണിങ്ങിന്റെ ഭാഗം ഒക്കെ നമ്മൾ അതേപോലെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. എങ്ങനെയാണോ ക്യാൻവാസ് പേപ്പറിലെ ഷേപ്പ് എന്ന് വെച്ചാൽ സെയിം അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. സെയിം ഇതേപോലെ തന്നെ ബാക്കിലെ പീസ് എടുക്കുക. അതിന്റെ സെന്ററിൽ ബാക്കിൽ വെച്ചിട്ടുള്ള ക്യാൻവാസ് പേപ്പർ എടുക്കുക. സെന്റർ ടു സെന്റർ വെക്കുക. അവിടെ പിന്നെ റൗണ്ട് ഷേപ്പാണ്, കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് അതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇതേപോലെ ഞാൻ ഫ്രണ്ടിലെ പീസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ക്യാൻവാസ് പേപ്പറും അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ക്ലോത്തും കൂടിയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ആ റൗണ്ട് നെക്ക് കട്ട് ചെയ്യുക. പിന്നെ ആ വി ഷേപ്പ് കട്ട് ചെയ്യുക. വി ഷേപ്പ് കട്ട് ചെയ്തതിന് ശേഷം ആ സെന്ററിലുള്ള ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ടല്ലോ, ആ ഓപ്പണിംഗ് കട്ട് ചെയ്യാം. ആ ഭാഗം കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ചൊന്ന് ശ്രദ്ധിച്ച് കട്ട് ചെയ്യുക. കാരണം അവിടെ ആകെ ചെറിയൊരു ക്ലോത്തേ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ ക്ലോത്തിൽ നമ്മൾ കൊടുത്തിട്ടുള്ള സ്റ്റിച്ചിൽ കൊള്ളാതെ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുക. സെന്ററിലേക്കൊന്നും ക്ലോത്ത് ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ആ ഭാഗം ചെയ്യണം എന്നില്ല. ബാക്കി ഭാഗത്തൊക്കെ ഒന്ന് കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുക. കട്ട് കൊടുത്തതിന് ശേഷം ഈ ക്യാൻവാസ് പേപ്പർ നല്ല പീസിന്റെ അടിഭാഗത്തേക്ക് ഒന്ന് മറിച്ചെടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് അയൺ ചെയ്തെടുക്കുക. ബാക്കിലെ പീസ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. 1/4 ഇഞ്ച് ക്ലോത്ത് വെച്ചിട്ട് എക്സ്ട്രാ ക്ലോത്ത് കട്ട് ചെയ്യുക. ഈ 1/4 ഇഞ്ചിലുള്ള ക്ലോത്തിൽ കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുക. ഈ ബാക്ക് പീസിനെ ഞാൻ മറിച്ചൊന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ളൂ. നമുക്ക് ഷോൾഡർ ഒക്കെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മറിച്ചെടുക്കാം. ക്യാൻവാസ് പേപ്പറിലുള്ള ഷേപ്പ് പ്രകാരം നല്ല രീതിയിൽ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നിർബന്ധമായിട്ടും ഇതിലേക്ക് ക്രോസ് പീസ് തന്നെ വേണം കേട്ടോ. 1.5 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് വിടുത്തുള്ള ക്രോസ് പീസ് തന്നെ നിർബന്ധമായിട്ടും വേണം. എന്നിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നമ്മുടെ ആ ഒരു ഷേപ്പ് ക്യാൻവാസ് പേപ്പറിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, അതേപോലെ സ്റ്റിച്ച് ചെയ്യുക. 2 പീസ് എടുത്തോളൂ കേട്ടോ. അതായത് ഒരു പീസ് തന്നെ എടുത്തിട്ട് അതിനെങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് പോവണ്ട. 2 പീസ് എടുക്കുക. എന്നിട്ട് 2 ഭാഗത്തായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു 1/4 ഇഞ്ചിൽ ക്യാൻവാസ് പേപ്പർ അയൺ ചെയ്തെടുത്തിട്ടുള്ള പീസിന്റെ മുകളിൽ ഈ ഒരു ക്രോസ് പീസ് 2ആക്കി മടക്കി കൊടുത്തിട്ട് ഒരു 1/4 ഇഞ്ചിൽ എങ്ങനെയാണോ ക്യാൻവാസ് പേപ്പറിലുള്ള ഷേപ്പ് എന്ന് വെച്ചാൽ അത് പ്രകാരം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പൊ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുക. ആ കോർണേഴ്സ് ഒക്കെ ഒന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുക. എക്സ്ട്രാ ഉള്ള ക്ലോത്ത് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഈ ക്യാൻവാസ് പേപ്പറിൽ നമ്മൾ ഈ ഒരു ഷേപ്പ്, അതായത് താഴ്ഭാഗത്ത് നമ്മളൊരു ഷേപ്പ് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, കുറച്ച് താഴോട്ടേക്ക് വരെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നിട്ട് ആ ഭാഗത്ത് ഇതേപോലെ ചെറിയ രീതിയിൽ 2 സൈഡിലേക്കായിട്ട് ഇങ്ങനെ ആംഗിൾ ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കാരണം നമുക്ക് ഈ ക്രോസ് പീസ് ഉള്ളോട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്താൽ മാത്രമേ ഉള്ളോട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഇതിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഈ ക്രോസ് പീസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ പൈപ്പിംഗ് പോലെ എത്രയാണോ നിങ്ങൾക്ക് പൈപ്പിങ്ങിന് തിക്നെസ് വേണ്ടതെന്ന് വെച്ചാൽ ആ തിക്നെസ് പ്രകാരം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇവിടെ നമുക്ക് സെന്ററിൽ ചെറിയൊരു ഓപ്പണിംഗ് ഉള്ളത് കൊണ്ട് തന്നെ വല്ലാതെ നാരോ രീതിയിലുള്ള പൈപ്പിംഗ് ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് സെന്ററിൽ അവിടെ ഓപ്പണിംഗ് വല്ലാണ്ട് എടുത്ത് കാണിക്കും. അപ്പൊ അതുകൊണ്ട് ആ ഒരു സെന്ററിന്റെ ഭാഗം ഹൈഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു തിക്നെസ് വേണം പൈപ്പിങ്ങിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിന്റെ മുന്നേ ആയിട്ട് നമുക്ക് ആ സെന്റർ പീസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു എക്സ്ട്രാ പീസും കൂടി കൊടുക്കണം. അപ്പൊ അതേപോലൊരു പീസ്, ഒരു സ്ട്രെയിറ്റ് പീസ് കട്ട് ചെയ്തെടുക്കുക. ഒരു 3 ഇഞ്ച് വിടുത്തൊക്കെ ഉള്ളൊരു പീസ് കട്ട് ചെയ്തെടുക്കുക. അതിനെ ഇതേപോലെ 2ആക്കി മടക്കിയിട്ട് അതിന്റെ സൈഡ്, അതായത് നല്ല വശം ഉള്ളിൽ വരുന്ന രീതിയിൽ 2ആക്കി മടക്കി കൊടുത്തിട്ട് അതിന്റെ സൈഡ് ഒന്ന് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാൻ ഇതേപോലെ സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മുകൾ ഭാഗം ഉള്ളോട്ടേക്ക് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഓപ്പണിംഗ് കൊടുത്തിട്ടുള്ളത് 5.5 ഇഞ്ചിലാണ് ഈ ഓപ്പണിംഗ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഞാനൊരു 8 ഇഞ്ച് ലെങ്ത് വെച്ചിട്ട് ബാക്കിയുള്ള ക്ലോത്ത് കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതിനെ താഴ്ഭാഗം ഇതേപോലെ ഒന്ന് ഉള്ളോട്ടേക്ക് മടക്കിയിട്ട് താഴ്ഭാഗം കൂടി ഒന്ന് ലോക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പൈപ്പിംഗ് സ്റ്റിച്ച് ചെയ്ത് വരുന്ന സമയത്ത് നമ്മളൊരു വി ഷേപ്പ് കട്ട് ചെയ്തിട്ടുണ്ട്. ആ വി ഷേപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു പീസ്
നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഈ സെന്ററിലുള്ള പീസ് ഉണ്ടല്ലോ, ആ പീസ് ഇതിന്റെ ഉള്ളിലായിട്ട് വെച്ചു കൊടുക്കണം. വീനക്ക് വരുന്ന ഭാഗം വരെ നമ്മൾ പൈപ്പിംഗ് അതേപോലെ സ്റ്റിച്ച് ചെയ്താൽ മതി. അതിനുശേഷമാണ് നമ്മൾ ഈ സെന്ററിലുള്ള പീസ് വെച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് ആ പീസും കൂടി ചേർത്തിട്ട് വേണം ബാക്കിയുള്ള പൈപ്പിംഗ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ 6 ഇഞ്ച് വരെയാണ് നമ്മുടെ നെക്കിന് ഇറക്കം. ബാക്കി കൊടുത്തിട്ടുള്ള ഓപ്പണിംഗ് അങ്ങനെയും നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ്സ് ഇടാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പൊ അതൊന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉള്ളിൽ ഇതേപോലെ ഒരു പീസ് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഞാൻ അത്യാവശ്യം തിക്നെസ്സിൽ ഇതേപോലെ പൈപ്പിംഗ് പോലെ കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതുപോലെയാണ് ഉണ്ടാവുക. വളരെ നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ടുണ്ടാവും. ഈ ഒരു സെന്ററിലുള്ള ഒരു പീസിന്റെ മുകളിലൂടെ ജസ്റ്റ് ഞാനൊന്ന്, അതായത് സെന്ററിൽ കൊടുത്തിട്ടുള്ള പൈപ്പിങ്ങിന്റെ മുകളിലൂടെ ജസ്റ്റ് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ വായ്ഭാഗം തുറന്നിരിക്കുന്ന പോലെ ഇങ്ങനെ തുറന്നിരിക്കുന്നുണ്ട്. ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പൈപ്പിങ്ങിന്റെ മുകളിലൂടെ മാത്രം ഒന്ന് ജസ്റ്റ് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ ഫൈനൽ ലുക്ക്. നമ്മൾ 5.5 ഇഞ്ചാണ് ആ ഒരു പൈപ്പിങ്ങിന് താഴേക്ക് ഇറക്കം കൊടുത്തത്. നിങ്ങൾക്ക് ഇറക്കം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ കൊടുക്കാവുന്നതാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിലെ പീസിന്റെ നല്ല വശത്തിന്റെ മുകളിൽ ഫ്രണ്ടിലെ പീസിന്റെ നല്ല വശം വെക്കുക. അതിനുശേഷം ബാക്കിലെ നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ക്യാൻവാസ് പേപ്പർ ഈ ഫ്രണ്ടിലെ പീസിന്റെ ചീത്ത ഭാഗത്തേക്ക് ഇതേപോലെ വെച്ചിട്ട് ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക. രണ്ട് സൈഡിലും ഇതേപോലെ തന്നെ ഷോൾഡറിന് ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക. അതിനുശേഷം മറിച്ചെടുത്തിട്ട് ആ ക്യാൻവാസ് പേപ്പറും കൂടി ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അപ്പൊ ഞാൻ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഷോൾഡറിന്റെ ഭാഗം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കും. അതുപോലെ തന്നെ ആ ഒരു നൂല് വലിയുന്നതൊന്ന് ഒഴിവായി കിട്ടുകയും ചെയ്യും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള സ്ലീവ് വെച്ചു കൊടുക്കുക. സ്ലീവിന്റെ സെന്റർ വേണം ഷോൾഡർ ലൈനിൽ വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ടിലേക്കുള്ള പീസിൽ നോച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഭാഗം തന്നെയാണോ ഫ്രണ്ടിലേക്ക് വരുന്നത് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. കുർത്തിന്റെ നല്ല വശത്തിന്റെ മുകളിൽ സ്ലീവിന്റെ നല്ല വശം വെക്കുക. സെന്ററിൽ ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യുക, സെന്ററിൽ നിന്ന് അടുത്ത സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ട് എടുക്കുക കേട്ടോ. രണ്ട് സൈഡിലും ഇതേപോലെ തന്നെ സ്ലീവ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ലീവിന്റെ താഴ്ഭാഗം കൂടി ഞാനൊന്ന് മടക്കി തയ്ച്ചിട്ടുണ്ട്. ഇനി എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അളവ് പ്രകാരം നമ്മൾ സൈഡ് സ്റ്റിച്ച് ചെയ്യാണ്. സൈഡ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് സ്ലീവിന്റെ താഴ്ഭാഗത്ത് ഒരു 4 ഇഞ്ച് നമ്മൾ ഗ്യാപ്പ് കൊടുത്തിട്ട് ബാക്കി ഭാഗത്തു നിന്നാണ് നമ്മൾ നമ്മുടെ അളവ് പ്രകാരം സൈഡ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. അതായത് 4 ഇഞ്ച് നമ്മൾ അവിടെ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് ഇടാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഹൂക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഒരു 4 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തതിന് ശേഷം ബാക്കി നിങ്ങളുടെ അളവ് എങ്ങനെയാന്ന് വെച്ചാൽ ആ അളവ് പ്രകാരം സൈഡ് താഴ്ഭാഗം വരെ രണ്ട് സൈഡും ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. ഈ ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രസ്സ് ഒന്ന് ഇട്ട് നോക്കുക. ഇട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് സ്ലീവിന്റെ ആ ഭാഗത്ത് ടൈറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ഇല്ല, നിങ്ങൾക്ക് കറക്റ്റ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഇനി ഞാൻ പറയുന്ന കാര്യം ചെയ്യുക. ഇനി ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനൊന്ന് ലൂസാക്കി കൊടുക്കണം കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള, അതായത് 4 ഇഞ്ച് ഗ്യാപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഭാഗത്തുനിന്ന് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് എത്രയാണോ നിങ്ങൾക്ക് സ്ലിറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ക്ലോത്ത് ആവശ്യം എന്ന് വെച്ചാൽ ആ ക്ലോത്ത് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു 1 ഇഞ്ചാണ്. ആ ഒരു 1 ഇഞ്ച് മതിയാവും. ആ 1 ഇഞ്ച് ഞാൻ ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ട് അതിനൊന്ന് ജസ്റ്റ് ഇതേപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ എക്സ്ട്രാ ഉള്ള ക്ലോത്ത് കട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇട്ട് നോക്കണം. ഇട്ട് നോക്കിയിട്ട് ടൈറ്റ് ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ ക്ലോത്ത് കട്ട് ചെയ്താൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആദ്യമേ ഇട്ട് നോക്കാൻ പറഞ്ഞത്. ഇനി 4 ഇഞ്ചിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഗ്യാപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, സ്ലിറ്റ് അടിക്കുന്ന സെയിം മെത്തേഡിൽ ഒരു 1/2 ഇഞ്ച് ആദ്യം മടക്കിയിട്ട് പിന്നെ ഒരു 1/2 ഇഞ്ചിൽ മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. രണ്ട് സൈഡ് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ കുർത്തിന്റെ താഴ്ഭാഗം ഒന്ന് മടക്കി തയ്ക്കുക. അവിടെ നമ്മൾ അങ്ങനെ ചരിച്ച് കട്ട് ചെയ്തത് കൊണ്ട് തന്നെ ആദ്യം ഒരു മടക്ക് മടക്കിയിട്ട് ഫുള്ളായിട്ട് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം ഒരു മടക്കും കൂടി മടക്കി സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കഴിയുന്നതും ചുളിവുകൾ ഒഴിവായി കിട്ടും. കാരണം അത്യാവശ്യം നല്ല ഫ്ലെയർ ഉള്ള കുർത്തിയല്ലേ, കഴിയുന്നതും ചുളിവ് വരാൻ സാധ്യത കൂടുതലാണ്. അതില്ലാണ്ടിരിക്കാൻ ആദ്യം ഒരു മടക്ക് മടക്കിയിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യുക, പിന്നെ ഒരു മടക്ക് മടക്കി ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഞാൻ സ്ലിറ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴ്ഭാഗം മടക്കി തയ്ച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റിച്ചിങ്ങിന്റെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഷോപ്പിൽ പോയി അന്വേഷിച്ചാൽ ഇതേപോലത്തെ പ്രസ് ബട്ടൺ കിട്ടും. ഇതേപോലത്തെ ബട്ടൺസ് മേടിക്കും. അത് സിൽവർ കളറിലും ഉണ്ടാവും, മെറ്റാലിക് കളറിലും ഉണ്ടാവും. ഇതേപോലെ 2 പീസായിട്ടാണ് ഉണ്ടാവുക. അതിന് നമ്മൾ തുന്നി പിടിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. ഇതേപോലെ നമ്മൾ കൊടുത്തിട്ടുള്ള സ്ലിറ്റിന്റെ ഭാഗത്ത് ഒരു 2 ഹൂക്കായിട്ട് തുന്നി പിടിപ്പിച്ചു കൊടുക്കുക. എന്നിട്ട് അതിനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഇതാണ് നമ്മുടെ കുർത്തിന്റെ ഫൈനൽ ലുക്ക്. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന 6 പാനൽ കുർത്തിയാണ് നമ്മൾ ഇന്ന് കാണിച്ചിട്ടുള്ളത്. അപ്പൊ ലൈറ്റ് കളറിൽ എങ്ങനെയുണ്ട് ഈ ഒരു കുർത്തി എന്നുള്ളത് പറയാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.